ചെങ്കോട്ടിലുണ്ടായ സ്ഫോടനം ചാവേർ ആക്രമണമല്ല എന്ന നിഗമനത്തിലേക്ക് എത്തുകയാണ്. വാഹനം ഓടിച്ചയാൾ പരിഭ്രാന്തിയിൽ സ്ഫോടനം ഉണ്ടാക്കിയെന്നാണ് വിവരം. ബോംബ് പൂർണ്ണമായും വികസിപ്പിച്ചിട്ടില്ലാത്തതിന് കൊണ്ട് ആഘാതം പരിമിതപ്പെട്ടു. ഡൽഹിയിലും ഹരിയാനയിലും പുൽവാമയിലും നടത്തിയ പരിശോധനയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതാണ് ആക്രമണം നടത്താൻ പ്രേരണയായത്. ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അജീഷ്, ഇതുവരെയുള്ള അന്വേഷണ ഏജൻസികളുടെ നിഗമനം ഇതൊരു തീവ്രവാദ ചാവേർ ആക്രമണം തന്നെയാണ്, ആസൂത്രിത പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സ്ഫോടനം നടന്നത് എന്നൊക്കെയായിരുന്നു. എന്നാൽ അതല്ല വിവരം എന്നാണോ ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത? അങ്ങനെയാണ് ഇപ്പോൾ വാർത്താ ഏജൻസി ഈ ഉന്നത ഉദ്യോഗസ്ഥരെ കോട്ട് ചെയ്തുകൊണ്ട് ആ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. അതായത് ഇത് ഈ ചാവേറായിട്ട് പൊട്ടിത്തെറിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ അല്ല ഈ ചാന്ദിനി ചൗക്ക്, ഈ ലാൽഖില മേഖലയിലേക്ക് ഈ വാഹനവുമായി എത്തിയത് എന്നാണ് ഉദ്യോഗസ്ഥരെ കോട്ട് ചെയ്തുകൊണ്ട് വാർത്താ ഏജൻസി പുറത്തുവിട്ട വിവരം. അത് ആ പാനിക്കിൽ, അതായത് പെട്ടെന്ന് ഭയത്തിൽ സംഭവിച്ച അതാണ് ഈ സ്ഫോടനം എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം ഈ IED അത് പൂർണ്ണമായിരുന്നില്ല, അതിന്റെ പൂർണ്ണമായിട്ടും വലിയ ആഘാതം ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നില്ല അത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്, ഈ ബോംബ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആഘാതം വലിയ രീതിയിൽ കുറഞ്ഞത്. ഈ സ്ഫോടനം നടന്ന ഈ കാർ പൊട്ടിത്തെറിച്ച സ്ഥലത്ത് വലിയ കുഴിയൊന്നും രൂപപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിയത്. മാത്രമല്ല ഈ പുൽവാമയിലും ഒപ്പം തന്നെ ഈ ഫരീദാബാദിൽ അടക്കം ഈ RDX അടക്കമുള്ള സാധനങ്ങൾ അത് പിടികൂടിയ പിന്നാലെ ഇത് കൊണ്ട് നശിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഉപേക്ഷിക്കാനോ ശ്രമിക്കുന്നതിനിടയിൽ സംഭവിച്ച ഒരു സ്ഫോടനമാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇത് സാധാരണ ഒരു സൂയിസൈഡ് ബ്ലാസ്റ്റ് അല്ലെങ്കിൽ ഒരു ചാവേർ ആക്രമണം രീതിയല്ല ഇവിടെ പിന്തുടർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് നിലവിൽ എത്തിയിരിക്കുന്നത്. ഈ വാഹനം ഈ പൊട്ടുന്ന സമയത്തും ചെറിയ രീതിയിൽ നീങ്ങുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ആക്സിഡന്റ് ഡിറ്റോണേഷൻ തിയറി, അതായത് ഈ സാധാരണ ഈ ചാവേർ ആക്രമണം നടക്കുന്നത് ഏതെങ്കിലും ഒരു സ്പോട്ടിൽ ആൾക്കൂട്ടം ഉള്ള സ്ഥലത്തോ അല്ലെങ്കിൽ ആളൊഴിഞ്ഞ പ്രദേശത്തോ ആളുകളെ ഒത്തുകൂടാൻ സാധ്യതയുള്ള സ്ഥലത്തോ കാർ കൊണ്ടിട്ടതിന് ശേഷം പിന്നീട് അത് ഓപ്പറേറ്റ് ചെയ്ത് അത് പൊട്ടിക്കുക എന്നുള്ളൊരു തിയറിയാണ് സാധാരണ ചാവേർ ആക്രമണത്തിൽ ഇവർ ഭീകരർ സ്വീകരിക്കുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല നടന്നിട്ടുള്ളത്. ഇയാൾ പേനിക്കിൽ ഈ കൂടെയുള്ള കൂട്ടാളികളെല്ലാം പിടികൂടിയ അതിന്റെ ഭയത്തിൽ ഇത് കൈവശമുള്ള സാധനങ്ങൾ മറ്റെവിടെയെങ്കിലും കൊണ്ടുപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കൂട്ടമുള്ള ഒരു സ്ഥലത്ത് ഉപേക്ഷിക്കുകയോ ചെയ്യാനുള്ള ഒരു ലക്ഷ്യമായിരുന്നിരിക്കാം ഈ ഉമറിന് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ നിലവിൽ അവിടെ നിന്ന് ശേഖരിച്ചിരിക്കുന്ന തെളിവുകൾ, ആ ശേഖരിച്ചിരിക്കുന്ന തെളിവുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം കിട്ടേണ്ടതുണ്ട്. അത് കിട്ടിയതിനു ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ വ്യക്തത നമുക്ക് കിട്ടുകയുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.